നമസ്കാരം. തൃശൂരിന്റെ മുഖഛായ മൊത്തത്തിൽ മാറ്റാനുള്ള വമ്പൻ പദ്ധതികളുമായി സുരേഷ് ഗോപി. അതിനുള്ള എല്ലാ പ്ലാനുകളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. നാഗപട്ടണം വലിയ പള്ളി മുതൽ തൃശൂർ ലൂർദ് മാതാ പള്ളി വരെ നീളുന്ന ടൂറിസം സർക്കിട്ടിന് നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്നും ടൂറിസം സെക്രട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടികളിലേക്ക് ഇനി നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വേളാങ്കണ്ണി, ഡിണ്ടിഗൽ, മംഗളാദേവി, മലയാറ്റൂർ പള്ളി, ഭരണങ്ങാനത്തെ അൽഫോൻസാമ കബറിടം, കാലടി, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങൾ കൂടി ഉൾപ്പെടുന്ന സ്പിരിച്വൽ ടൂറിസം സർക്കിട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളതും അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയും. ഇതിൽ കൊച്ചിയിലെ ജൂതപ്പള്ളി കൂടി ഉൾപ്പെടുത്തുന്നതിന് ആലോചിക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ തൃശൂരിൽ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും തൃശൂർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പദ്ധതികളും വികസനങ്ങളും അദ്ദേഹം കൊണ്ടുവരികയാണ്. ഈ പദ്ധതികളെ പറ്റി പരിധി വിട്ട് കാര്യങ്ങൾ പറയരുതെന്നാണ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മെട്രോ കോയമ്പത്തൂരിലേക്ക് നീട്ടും എന്നല്ല, അതിനായി ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഈ കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു സുരേഷ് ഗോപി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് അദ്ദേഹം തൃശൂരിലെ വിജയം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ തൃശൂരിലെ വികസന പദ്ധതികളെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടുകൂടി ഇനി കൂടുതൽ വികസനങ്ങൾ തൃശൂരിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ തോൽവി ഉണ്ടായപ്പോഴും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വികസനങ്ങളും എല്ലാം അദ്ദേഹം തൃശൂരിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേ തൃശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃശൂർ ഇനി അടിമുടി മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴത്തെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ബൃഹത് പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേയും രംഗത്തുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷന്റെ നവീകരണം ഉടൻ ആരംഭിക്കും. 393.57 കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത്. സ്റ്റേഷന്റെ രൂപരേഖ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ആധുനിക സൗകര്യങ്ങളോടൊപ്പം സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിന് ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ എക്സിലൂടെ വ്യക്തമാക്കിയിരുന്നു. ദീർഘവീക്ഷണത്തോടെയുള്ള സ്റ്റേഷൻ വികസനമാണ് അമൃത് ഭാരത് സ്കീം വിഭാവനം ചെയ്യുന്നത്. തൃശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്ത് 54,330 ചതുരശ്ര മീറ്ററാക്കി സ്റ്റേഷന്റെ വിസ്തീർണം ഉയർത്തും. സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ 2,520 ചതുരശ്ര മീറ്ററിൽ നിന്ന് 10,653 ചതുരശ്ര മീറ്ററായി വികസിപ്പിക്കും. ഒപ്പം ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി, എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും ഇവിടെ നിർമ്മിക്കും. ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി 19 പുതിയ ലിഫ്റ്റുകളും 10 എസ്കലേറ്ററുകളും ഇവിടെ ഒരുക്കും. എല്ലാ പ്ലാറ്റ്ഫോമുകളെയും തമ്മിൽ ബന്ധിക്കുന്നതിന് 36 മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകേഴ്സും നിർമ്മിക്കും. കൂടാതെ സ്റ്റേഷനെ സിറ്റി സെന്ററാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം അമൃത് ഭാരത് പദ്ധതി ആരംഭിച്ചത്. രാജ്യമൊട്ടാകെ 1318 സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്.